Dear students, Calicut യൂണിവേഴ്സിറ്റിയുടെ RDBMS ലാബിനകത്തുള്ള PLSQL ക്വസ്റ്റ്യൻ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്നുള്ളതാണ്, റൈറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാമെന്നുള്ളതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആ ഒരു പ്രോഗ്രാം ലിസ്റ്റിനകത്തുള്ള 11th ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: റൈറ്റ് എ പ്രോഗ്രാം കോഡ് ടു കാൽക്കുലേറ്റ് ഏരിയ ഓഫ് എ സർക്കിൾ ഫോർ വാല്യൂസ് ഓഫ് റേഡിയസ് വാരിയിങ് ഫ്രം 3 to 7. Store the radius and corresponding value of calculated area in an empty table named areas with fields radius and area. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. 3 to 7 വരെ റേഡിയസ് കൊടുക്കുക, എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് റേഡിയസും ഏരിയയും ഒരു ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ആ ടേബിളിൻ്റെ നെയിം ഏരിയാസ് എന്നാണ്. എന്നിട്ട് അതിന്ന് റിട്രൈവ് ചെയ്യുക, ഡിസ്പ്ലേ ചെയ്യുക. ഇത്രേ പ്രോഗ്രാമിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. യൂഷ്വലി ഈ ഒരു പ്രോഗ്രാമിനകത്ത് നമുക്ക് എന്ത് വേണം? 3 മുതൽ 7 വരെയുള്ള വാല്യൂസ് ഒരു ലൂപ്പിൽ വർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യണം. ഓക്കെ, അതിന് നമുക്കൊരു ലൂപ്പ് വേണം. യൂഷ്വലി SQL ക്വറീസിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല, ഇതുപോലെയുള്ള ലൂപ്പ് ഒന്നും ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. സോ നമ്മൾ പുതിയൊരു ലാംഗ്വേജ് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്, PLSQL എന്ന് പറഞ്ഞ ലാംഗ്വേജ്. ഇത് SQL ഒരു എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ആണ്. ഇതിനകത്ത് PLSQL-നകത്ത് SQL കൂടെ തന്നെ പ്ലസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഫീച്ചേഴ്സും കൂടെ ആഡ് ചെയ്തതാണ് PLSQL. So we can say PLSQL, which stands for Procedural Language Extension to the Structured Query Language. It is a combination of SQL along with the procedural features of programming language. Clear അല്ലേ? ഓക്കെ, ഇനി PLSQL എഴുതുന്ന സമയത്ത് ഡിക്ലെയർ, ബിഗിനിങ്, എൻഡ് ഇതിനകത്താണ്, ഈ ഒരു സെക്ഷൻസിനകത്താണ് PLSQL പ്രോഗ്രാംസ് എഴുതുന്നത്. ഇനി ഡിക്ലെയർ സെക്ഷനകത്ത് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക, ബിഗിൻ സെക്ഷനകത്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ട കോഡ്സ് എഴുതുക, എൻഡ്. ഇനി നമുക്ക് ഈ ഒരു പ്രോഗ്രാം പ്രകാരം നമുക്കൊരു ലൂപ്പ് വേണം, ഒരു ഫോർ ലൂപ്പ് വേണം മിനിമം. അപ്പോൾ ഫോർ ലൂപ്പ് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സിൻടാക്സ് ആണ് പഠിക്കേണ്ടത്. ഫോർ, ഒരു വേരിയബിൾ, ഇവിടെ ഒരു 6 കൊടുക്കാം, റേഡിയസ് ആയതിനെക്കൂടെ റേഡിയസ് അല്ല നമ്മൾ ലൂപ്പിനകത്ത് കൊടുക്കുന്നത്, അപ്പം നമുക്ക് 6 കൊടുക്കാം. ഇനി റേഞ്ച് പറയാം. സ്റ്റാർട്ടിംഗ് റേഞ്ച് 3 ഡോട്ട് ഡോട്ട് എൻഡിങ് റേഞ്ച് 3 ഡോട്ട് ഡോട്ട് 7. ഇനി ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ലൂപ്പ് എന്ന് പറഞ്ഞൊരു കീവേഡ് കൊടുക്കുക. ദെൻ അതിനകത്ത് നെക്സ്റ്റ് ലൂപ്പ് എന്ന് കൊടുത്തിട്ട് ഏത് കോഡാണ് ഏരിയ ഫൈൻഡ് ചെയ്യാനുള്ള കോഡ് ചെയ്താൽ എൻഡ് ലൂപ്പ്, സെമിക്കോളൻ, അത്രയേ ഉള്ളൂ ലൂപ്പ് എഴുതാനുള്ള കോഡ്. അപ്പോൾ ആ ലൂപ്പിനകത്ത് 3 to 7 റേഡിയസ് റിപ്പീറ്റഡ് ആയിട്ട് 3 മുതൽ 7 വരെയുള്ള റേഡിയസിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ആ ഒരു ലൂപ്പിനകത്ത് തന്നെ ഇൻസേർട്ട് ചെയ്യാനുള്ള കോഡും കൂടെ എഴുതണം. ഓക്കെ, നമുക്ക് ഇത് തന്നെ ഈ ഒരു കോഡ് നമുക്ക് എവിടെ ചെയ്യാം? PostgreSQL-നകത്ത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. PostgreSQL ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത്, PostgreSQL ഒരു RDBMS ആണ്. ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 2 ഇൻ്റർഫേസ് മെയിനായിട്ട് കിട്ടും. ഒന്ന് PSQL എന്ന് പറയുന്ന ഇൻ്റർഫേസും ഒന്ന് PGAdmin. PSQL നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഈ PGAdmin ഒന്നുകൂടി യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ആണ്. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കിട്ടുക. ഓക്കെ, ഇനി PGAdmin ഫസ്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, സെർവർ എന്ന് പറയുന്നത്. ആദ്യമായിട്ട് നിങ്ങൾ ഇവിടെ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നിങ്ങളടുത്ത് ഇത് സെർവറിന് ക്ലിക്ക് ചെയ്യുമ്പോൾ സെർവർ കണക്ട് ചെയ്യാനുള്ള ഒരു പാസ്വേഡ് ചോദിച്ചുകൊണ്ട് ഒരു ഡയലോഗ് ബോക്സ് ഇവിടെ ഉണ്ടാവും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് എൻ്റർ ചെയ്ത പാസ്വേഡ് അടിച്ചു കൊടുക്കുക. അന്നേരം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെർവറുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇവിടെ ഡാറ്റാബേസിൽ പോവുക, ക്രിയേറ്റ് ഡാറ്റാബേസ്. എന്നിട്ട് ഇവിടെ നിങ്ങളെ ഡാറ്റാബേസിൻ്റെ നെയിം കൊടുക്കുക. ദെൻ ഇവിടെ എന്ത് ചെയ്യുക, പേര് കൊടുക്കുക, ജസ്റ്റ് സേവ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇവിടെ ഓൾറെഡി ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ആ ഡാറ്റാബേസ് ഞാൻ യൂസ് ചെയ്യാണ്. ലാബ് എന്ന് പറഞ്ഞ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്വറി ടൂളാണ് ഈ ഒരു PLSQL പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ക്വറി ടൂളാണ് വേണ്ടത്. അപ്പോൾ ക്വറി ടൂൾ സെലക്ട് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ ഡാറ്റാബേസ് ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഇവിടെയുള്ള ഇതാണ് ക്വറി ടൂളിൻ്റെ ഐക്കണ്, ഇത് വന്ന് ക്ലിക്ക് ചെയ്താലും മതി. അതല്ലെങ്കിൽ ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ക്വറി ടൂൾ എടുത്താലും മതി. രണ്ടായാലും നമുക്ക് ചെയ്യാനുള്ള ഒരു ഇൻ്റർഫേസ് കിട്ടും. ഓക്കെ, ഇനി നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ടേബിളിൻ്റെ നെയിം ഏരിയാസ് എന്നാണ് പറഞ്ഞത്. നമുക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഏരിയാസ് 1 എന്ന് കൊടുക്കുന്നുണ്ട്. റേഡിയസ് വേണം, റേഡിയസ് ഇൻ്റാണ് കൊടുക്കുന്നത്. ഇവിടെ വോൾ നമ്പേഴ്സ് മാത്രമേ വരുള്ളൂ, 3 4 5 6 7 ഇത്രയും വാല്യൂസ് ഉണ്ടാവുള്ളൂ. സോ ഞാൻ കൊടുക്കുന്നത് എന്താണ്, ഇൻറ്റ് എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പാണ്. ഇനി ഏരിയൻ്റെ കേസിൽ
പോയിന്റ് വാല്യൂസ് ഒക്കെ വരും. അന്നേരം നമുക്ക് ന്യൂമറിക് എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ് കൊടുക്കാം. ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്തായാലും പോയിന്റ്സ് എല്ലാം വരും. ഓക്കെ, ന്യൂമറിക് കൊടുക്കാം. ഇനി ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അവിടെ സെമിക്കോളൻ പുറത്താണ്. ക്രിയേറ്റ് ടേബിൾ, ടേബിളിൻ്റെ നെയിം, കോളംസ് കൊടുക്കുക. അത്രയും. ഇനി ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. PLSQL-നകത്ത് ഒരു ഫംഗ്ഷൻ അല്ല പ്രൊസീജിയർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സിൻടാക്സ് ഇങ്ങനെയായിരുന്നു വരുന്നത്. ക്രിയേറ്റ് ഓർ റീപ്ലേസ് ഫംഗ്ഷന്, ഇതാണ് സിൻടാക്സ്. ഇങ്ങനെ തന്നെ പഠിക്കുക. ഫംഗ്ഷന്റെ നെയിം, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. റിട്ടേൺസ് എന്ത് വാല്യൂ ആണ്, ഇവിടെ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല, വോയിഡ് എന്ന് കൊടുക്കാം. ആസ് ദെൻ ഈ രണ്ട് ഡോളർ സിമ്പിളിനകത്താണ് എന്ത് വരിക, ഫംഗ്ഷന് ഇപ്പം നമ്മൾ എഴുതിയ ഫംഗ്ഷന്റെ ബോഡി വരിക. ഇനി നമ്മൾ പഠിച്ച ഡിക്ലെയർ ബിഗിൻ, PLSQL പ്രോഗ്രാം എഴുതണമെങ്കിൽ ഡിക്ലെയർ ബിഗിൻ എൻഡ്, ഈ സെക്ഷനകത്താണ് കോഡ് ചെയ്താൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ. ഓക്കെ, എൻഡ്. ഇനി ഡിക്ലെയർ സെക്ഷനകത്ത് രണ്ട് വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യണം. 6 ഇൻഡ്, 6 എന്ന് പറയുന്നത് റേഡിയസ് കാണാനും എ ന്യൂമറിക് തന്നെ കൊടുക്കാം. എന്താണെന്ന് അറിയാലോ ന്യൂമറിക് കൊടുക്കുന്നതിന്റെ റീസൺ. ഇനി ഒരു ഫോർ ലൂപ്പ് കാണാം അല്ലെ, ബിഗിൻ സെക്ഷനകത്താണ് ഫോർ ലൂപ്പ് ചെയ്യേണ്ടത്. 4 വേരിയബിൾ 6 എന്നാണ് കൊടുക്കുന്നത്, ഓൾറെഡി ഡിക്ലെയർഡ് ആണ് ആ വേരിയബിൾ 6 3 to 7. ഓക്കെ, റേഞ്ച് കൊടുത്തു, 3 മുതൽ 7 വരെയാണ് വർക്ക് ചെയ്യേണ്ടത്. ഇനി ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ലൂപ്പ് എൻഡ് ലൂപ്പ്, ഇതാണ് അതിന്റെ സിൻടാക്സ് വരുന്നത്. സെമിക്കോളൻ, അതായത് 4 ഐയോ ആറോ ഏതെങ്കിലും കൊടുക്കാം, വേരിയബിൾ നെയിം കൊടുക്കുക. ഇൻ സ്റ്റാർട്ടിംഗ് റേഞ്ച്, സ്റ്റാർട്ടിംഗ് വാല്യൂ എൻഡിങ് വാല്യൂ കൊടുക്കുക. ലൂപ്പ്, ഈ ലൂപ്പ് എൻഡ് ലൂപ്പിനകത്താണ് എന്ത് ചെയ്തേണ്ടത്, കോഡ് ചെയ്തേണ്ടത്. ഇവിടെ ഫൈൻഡ് ചെയ്യുന്നത് ഏരിയ ആണ്. കോളൻ ഈക്വൽ ടു എന്നാണ് അസൈൻ ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ടത്. 3.14 ഇൻറ്റു r പൈ ആർ സ്ക്വയർ ഫോർമുല എല്ലാവർക്കും അറിയാലോ. ഇനി ഈ ഫൈൻഡ് ചെയ്ത ഏരിയനെ ഒരു ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. ആ ടേബിളിന്റെ നെയിം ഏരിയാസ് 1 എന്നാണ് ഞാൻ കൊടുത്തത്. ഇൻസേർട്ട് ഇൻറ്റു ടേബിളിന്റെ നെയിം ഏരിയാസ് 1, വാല്യൂസ്, ഏതൊക്കെ വാല്യൂസ് ഇൻസേർട്ട് ചെയ്യേണ്ടത്, 6ഉം 7ഉം. നമ്മൾ ഫൈൻഡ് ചെയ്ത 6ഉം 7ഉം ആണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. സെമിക്കോളന്. ഇനി ഈ ഫംഗ്ഷന്റെ സിൻടാക്സിനകത്ത് വരുന്നതാണ് ഫംഗ്ഷൻ. ആ ഡോളർ കഴിഞ്ഞതിന് ശേഷം ഒരു കോഡ് വരുന്നുണ്ട്, ലാംഗ്വേജ് PLPG-SQL, അത് അങ്ങനെ തന്നെ പഠിക്കുക. സെമിക്കോളന്. ഇനി ഇപ്പൊ നമ്മൾ പ്രൊസീജിയർ എഴുതി, ഒരു ഫംഗ്ഷൻ എഴുതി, പിന്നെ ഏരിയ ഫൈൻഡ് ചെയ്തു, ഇൻസേർട്ട് ചെയ്തു. ഇനി ആ ഫംഗ്ഷൻ വർക്ക് ചെയ്യണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ടേബിളിനകത്ത് നിന്ന് റിട്രൈവ് ചെയ്ത് എടുത്തിട്ട് അതിനെന്ത് ചെയ്യണം, ഡിസ്പ്ലേ ചെയ്യാൻ വേണം. അതിന് നമ്മൾ രണ്ട് കോഡ് ചെയ്തിട്ടുണ്ട്. സെലക്ട് സ്റ്റാർ ഫ്രം റാഡ് സെമിക്കോളന്, സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം ഏരിയാസ് 1 സെമിക്കോളൻ. ഇനി ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ ഒരു എക്സിക്യൂട്ട് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞൊരു ഈ ഒരു ഐക്കൺ, ഈ ഒരു ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്യാം. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തു. റേഡിയസ് വാല്യൂ 3, 4, 5, 6, 7 കിട്ടി. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് PLSQL-നകത്ത് ഏരിയ ഫൈൻഡ് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ?